വസിക്കും കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻ മൊഴികൾ കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻ മൊഴികൾ. നിങ്ങൾക്കറിയാമോ, സർവശക്തനായ ദൈവം, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്, സ്വർഗത്തിലും ഭൂമിയിലും അടങ്ങാത്തവൻ, സാധാരണക്കാരായ എന്നിലും നിങ്ങളിലും വസിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അനുഭവത്തെക്കുറിച്ചാണ്. ഒരു വിശ്വാസി എന്ന നിലയിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താണ്? നല്ല ആരോഗ്യം, സാമ്പത്തിക അഭിവൃദ്ധി, ഉയർന്ന വിദ്യാഭ്യാസ നിലവാരം, ഇതൊക്കെ ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ തന്നെയാണ്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് ഉണ്ട്. എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നാം കാണുന്നത്. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. എത്ര മനോഹരമായ ഒരു വാഗ്ദത്തമാണിത്! പ്രപഞ്ചത്തെ മുഴുവൻ നിർമ്മിച്ചവൻ, ആകാശത്തിലും ഭൂമിയിലും അടങ്ങാത്തവൻ, എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ വാസം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൻ്റെ പ്രാരംഭ ഭാഗത്ത് ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, എന്നെ സ്നേഹിക്കുന്നവൻ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്നേഹത്തിലാണ് എല്ലാം ആരംഭിക്കുന്നത്. കർത്താവിനോടുള്ള സ്നേഹത്തിലാണ് ഈ ഫെലോഷിപ്പ്, ഈ കൂട്ടായ്മ ആരംഭിക്കുന്നത് തന്നെ. അതിൻ്റെ തുടക്കം തന്നെ സ്നേഹത്തിൽ ഊന്നിയാണ്. എങ്ങനെയാണ് നമുക്കൊരാളെ സ്നേഹിക്കാൻ കഴിയുക? നമുക്കൊരാളെ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ ആഴമായി നമുക്ക് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ആ വ്യക്തിയുമായിട്ട് നമുക്ക് ആശയവിനിമയം ഉണ്ടായിരിക്കണം. അല്ലാതെ നമുക്കൊരാളെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? അപ്പോൾ കർത്താവുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിലേക്ക് നമുക്ക് കടന്നു വരണമെങ്കിൽ നമ്മൾക്ക് കർത്താവിനെ നന്നായി അറിയാനായിട്ടിടയാകണം. യേശുവിനെ അറിയാൻ, അല്ലെങ്കിൽ പിതാവായ ദൈവത്തെ അറിയാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ വചനം വായിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ കൂടുതലായി നാം സമയം ചെലവിടുമ്പോൾ പിതാവായ ദൈവത്തെക്കുറിച്ചും പുത്രനായ യേശു ക്രിസ്തുവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചുമുള്ള ആഴത്തിലുള്ള അറിവുകളും ആഴത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായി തുടങ്ങും. നമുക്കറിയാം, നമ്മളൊരു വ്യക്തിയെ സ്നേഹിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വ്യക്തിയെ അറിയുന്നതിലൂടെയാണ്. ചില വ്യക്തികളുടെ ക്യാരക്ടറുകൾ നമുക്ക് മനസ്സിലാകുമ്പോൾ, അവരുടെ സ്വഭാവം മനസ്സിലാകുമ്പോൾ നാം ആ വ്യക്തിയെ സ്നേഹിക്കാനായി തുടങ്ങും. നമുക്ക് കർത്താവിനെ കുറിച്ച് അറിയാൻ കഴിയുന്ന ഏക മാർഗം വചനമാണ്. വചനത്തിൽ കൂടെ നമുക്ക് കർത്താവിൻ്റെ സ്നേഹത്തെയും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെയും കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനും അതുവഴി സ്നേഹത്തിലേക്ക് നമുക്ക് സ്റ്റെപ്പ് വെക്കുവാൻ കഴിയും. ദൈവവുമായിട്ടുള്ള ബന്ധം ചില നിയമങ്ങൾ അനുസരിക്കുന്നതിലോ കൽപ്പനകൾ പ്രമാണിക്കുന്നത് കൊണ്ടോ അല്ല ആരംഭിക്കുന്നത്. സ്നേഹത്തിൽ നിന്നുമാണ് അത് ആരംഭിക്കേണ്ടത്. എന്താണ് യേശുവിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്? ഏതെങ്കിലും വൈകാര്യമായിട്ടുള്ള ഒരു അനുഭവം മാത്രമല്ല അത്. കർത്താവിനെ സ്നേഹിക്കുന്നതെന്ന് വായിക്കൊണ്ട് പറയുകയും ആ സ്നേഹം ഹൃദയത്തിനകത്ത് വരാതിരിക്കുകയും ചെയ്യുന്നത് ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഹൃദയത്തിനുള്ളിൽ ആ സ്നേഹം നിറഞ്ഞു കവിയുന്നെങ്കിൽ നിങ്ങൾ ഭാഗ്യമുള്ളയാളാണ്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഞാൻ കർത്താവുമായിട്ടുള്ള ബന്ധം സ്നേഹത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണോ? എൻ്റെ ബന്ധം ആ സ്നേഹത്തിലൂന്നിയതാണോ? എനിക്ക് എത്രമാത്രം കർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്നു? ഇത് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മളെ തന്നെ നാം പരിശോധിക്കേണ്ട സമയമാണ്. നമുക്ക് അടുത്ത ഭാഗം ഇങ്ങനെയാണ് നാം കാണുന്നത്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. സ്നേഹത്തിൻ്റെ പ്രതിഫലനം എന്താണ് അവിടെ കാണിക്കുന്നത്? വചനത്തെ പ്രമാണിക്കുന്നു.
സ്നേഹത്തിൻ്റെ ഫലമായിട്ടാണ് അനുസരണം ഉണ്ടാകേണ്ടത്. അല്ലാതെ എന്തെങ്കിലും പ്രമാണമോ, അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മളായിരിക്കുന്ന മതത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെയോ ഏതെങ്കിലും നിയമങ്ങൾ കൊണ്ടായിരിക്കരുത് നമ്മൾ കർത്താവിനെ അനുസരിക്കേണ്ടത്. മറിച്ച് എങ്ങനെ അനുസരിക്കണം? സ്നേഹത്തിൽ നിന്നുള്ള അനുസരണയാണ് നമ്മിൽ വരേണ്ടത്. എന്തെങ്കിലും ഭയത്തിൽ നിന്ന് വരുന്ന അനുസരണമല്ല. നമ്മളെ പഠിപ്പിച്ച മതത്തിനനുസരിച്ചുള്ള അനുസരണയല്ല. നമ്മൾ ചർച്ചകളിൽ പോകുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ പഠിപ്പിക്കും. ദൈവദാസന്മാർ ഒത്തിരി കാര്യങ്ങൾ വചനത്തിൽ നിന്ന് പഠിപ്പിക്കും. അത് കേട്ട് കഴിയുമ്പോൾ അങ്ങനെ ചെയ്യണമല്ലോ, ഞാൻ ഇങ്ങനെയായിപ്പോയി, ഞാൻ ഈ ഒരു പ്രസ്ഥാനത്തിലായതുകൊണ്ട്, ഞാൻ ഈ സഭയിലെ മെമ്പർ ആയതുകൊണ്ട്, എനിക്ക് അങ്ങനെ ഒരു പേരുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ പെന്തക്കോസ്റ്റുകാരൻ, അല്ലെങ്കിൽ ദൈവവിശ്വാസി എന്നുള്ള പേരുള്ളത് കൊണ്ട് എനിക്ക് അനുസരിച്ചേ പറ്റുകയുള്ളൂ. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആകരുത് നമ്മൾ അനുസരിക്കേണ്ടത്. അതല്ല അനുസരണത്തിൻ്റെ മാനദണ്ഡമെന്ന് പറയുന്നത്. ആ അനുസരണം ഏതെങ്കിലും നിമിഷമൊക്കെ തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം അത് നിലനിൽക്കുന്നത് സ്നേഹത്തിലല്ല. അത് പണിതിരിക്കുന്നത് പ്രമാണത്തിൻ്റെ പുറത്താണ്, ആചാരങ്ങളുടെ പുറത്താണ്. എൻ്റെ പൂർവികന്മാർ, എൻ്റെ മാതാപിതാക്കന്മാർ, എന്നെ പഠിപ്പിച്ച എൻ്റെ ചർച്ചുകൾ, എൻ്റെ പാസ്റ്റേഴ്സ്, അവരൊക്കെ പഠിപ്പിച്ചതിനനുസരിച്ച് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. നമുക്കറിയാം, നാം സ്നേഹിക്കുന്ന വ്യക്തികളെ സന്തോഷിപ്പിക്കാനായി നാം എന്തൊക്കെ ചെയ്യാറുണ്ട്? അവർക്ക് ആഗ്രഹമുള്ളത്, അവർക്ക് ഇഷ്ടമുള്ളത് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഞാൻ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ചില വ്യക്തികൾ പ്രണയബന്ധത്തിലായി തീരുന്ന സമയത്ത് ചിലരൊക്കെ ആൺകുട്ടികൾ സിഗരറ്റ് വലിക്കുന്നവരുണ്ട്, കള്ളു കുടിക്കുന്നവരുണ്ട്. ആ സമയത്ത് താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ, അവൾ വിലക്കിയതിൻ്റെ പേരിൽ, അവൾ പറഞ്ഞതിൻ്റെ പേരിൽ, അവൾക്കത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് പലരും ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ സിഗരറ്റ് വലി നിർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പാൻ പോലെയുള്ള മറ്റ് ലഹരി പദാർത്ഥങ്ങൾ അവർ ഉപേക്ഷിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവരിപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, അവൾക്കിഷ്ടമല്ല, ഞാനത് ഉപയോഗിക്കുന്നത് അവൾക്കിഷ്ടമല്ല, അവൾ പ്രശ്നമുണ്ടാക്കും, അതുകൊണ്ട് ഞാൻ ഇത് ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ ആ പെൺകുട്ടി കാണുന്നില്ലെങ്കിൽ പോലും, ആ പെൺകുട്ടി കൂടെ ഇല്ലെങ്കിൽ പോലും അവർ അതിനെ വേണ്ട എന്ന് വെക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ആ സ്നേഹത്തിൻ്റെ പുറത്ത്, ആ വ്യക്തിയോടുള്ള സ്നേഹത്താൽ, ആ സ്നേഹത്തിൽ അവർ ബന്ധിക്കപ്പെട്ടത് കൊണ്ട് അവരത് വേണ്ട എന്ന് വെക്കുകയാണ്. എന്ന് പറഞ്ഞതുപോലെ കർത്താവുമായിട്ടുള്ള സ്നേഹബന്ധത്തിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അനുസരണ നിലനിൽക്കുന്നതായിരിക്കും, വെളിപ്പെട്ട് വരേണ്ടത്. അപ്പോൾ വചനം പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. അതിൻ്റെ അടുത്ത ഭാഗം ഇങ്ങനെ വായിക്കുന്നത്, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. നോക്കണം, എത്ര ശ്രേഷ്ഠകരമായിട്ടുള്ള അനുഭവമാണ്. പിതാവ് അവനെ സ്നേഹിക്കും. പിതാവായ ദൈവം സകല മനുഷ്യനെയും സ്നേഹിക്കുന്നുണ്ട്. എല്ലാവരെയും പിതാവ് സകലരെയും സ്നേഹിക്കുന്നു. ആ സ്നേഹത്തോടാണ് നാം പ്രതികരിച്ച് നാം ദൈവത്തിൻ്റെ മക്കളായി മാറുന്നത്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. യേശുവിനെ സ്നേഹിക്കുമ്പോൾ, അവൻ്റെ കൽപ്പന പ്രമാണിച്ചു കഴിയുമ്പോൾ പിതാവ് അവനെ സ്നേഹിക്കുന്നു. അത് പേഴ്സണലായിട്ടുള്ളൊരു ഭയങ്കര റിലേഷൻഷിപ്പ് പിതാവായ ദൈവവുമായിട്ട് അവിടെ ഉണ്ടാകുകയാണ്. അതിനുശേഷം പറയുകയാണ്, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. പിതാവ് സ്നേഹിക്കുക മാത്രമല്ല, ഞങ്ങൾ ഒരുമിച്ച് വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. പ്രിയമുള്ളവരെ, ഇതുപോലെ ശ്രേഷ്ഠമേറിയ മറ്റെന്ത് കാര്യമാണുള്ളത്? ലോകത്തിൽ ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാലും അവരൊക്കെ വാക്കി മാറിപ്പോകും. ഒരുപക്ഷെ നിങ്ങൾ ആരുമില്ലാതെ നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, കൂടെയുള്ളവരൊക്കെ മാറിപ്പോയേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഇന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ കൂടെ ഫെല്ലോഷിപ്പ്, നിങ്ങളുടെ കൂടെ ഒരു ഫെല്ലോഷിപ്പിന് വേണ്ടി കർത്താവ് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ കൂടെ ഇരിക്കാൻ, നിങ്ങളോട് കൂടെ വസിക്കാൻ, നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുവാൻ സർവശക്തനായ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ആ സ്നേഹത്തിനകത്തേക്ക് സമർപ്പിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് കർത്താവുമായിട്ടുള്ള ആ ബന്ധത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു വരുവാൻ കഴിയുമോ? എങ്കിൽ നിങ്ങളെപ്പോലെ ധന്യനായിട്ടുള്ള മറ്റൊരു വ്യക്തിയില്ല. അതുകൊണ്ട് തന്നെ ഈ വചനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. അതുകൊണ്ടാണ് ആ പാട്ട് ഞാൻ ആദ്യം അങ്ങനെ പ്ലേ ചെയ്യുവാനിടയായി തീർന്നത്. അവിടുത്തെ വചനം ധ്യാനിക്കുമ്പോൾ അവിടുത്തെ വചനം നമ്മളെ ആശ്വസിപ്പിക്കാനിടയായിത്തീരും. ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ നമ്മളെ ആശ്വസിപ്പിക്കാൻ കഴിയത്തുള്ളൂ. നമ്മുടെ ഏത് പ്രതിസന്ധിക്കകത്തും, ഏത് പ്രശ്നത്തിനകത്തും, ഏത് അനുകൂലമല്ലാത്ത സാഹചര്യത്തിലും നമ്മളെ ആശ്വസിപ്പിക്കാൻ, നമ്മളെ വഴി നടത്താൻ, നമ്മളെ കരുതുവാൻ, നമുക്ക് വേണ്ടി പുതിയ വഴികൾ തുറക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും.
ഇന്ന് രാത്രി നിങ്ങൾ ഈ സന്ധ്യാസമയത്ത് നിങ്ങൾ കേൾക്കുന്ന ഈ വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. ഈ വചന ധ്യാനം നിങ്ങൾ നടത്തി കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവുമായിട്ടുള്ള വലിയൊരു സ്നേഹത്തിൻ്റെ ഫെല്ലോഷിപ്പിനകത്തേക്ക് നിങ്ങളും കടന്നു വരുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ആരെങ്കിലും ഈ വചനം കേൾക്കുമ്പോൾ ഈ ഒരു സ്നേഹത്തിലേക്ക്, ഈ ഒരു ഫെല്ലോഷിപ്പിനകത്തേക്ക് കടന്നു വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾക്കുള്ള സുവർണാവസരമാണ്. യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് ആ സ്നേഹത്തിൻ്റെ ഫെല്ലോഷിപ്പിനകത്തേക്ക് നിങ്ങൾക്ക് കടന്നു വരുവാൻ കഴിയുള്ളൂ. ഇത് സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്. അവൻ നിങ്ങളോടൊപ്പം ഒന്നിച്ച് വസിക്കുന്ന അവസ്ഥ എത്ര സന്തോഷത്തിൻ്റെ അവസ്ഥയാണ്, എത്ര സമാധാനത്തിൻ്റെ അവസ്ഥയാണ്. ആമേൻ, ഹല്ലേലൂയ. ഇതുപോലെയുള്ള സന്തോഷത്തിൻ്റെ ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു അനുഭവത്തിനും തരാൻ കഴിയത്തില്ല. ലോകത്തിലെ മറ്റൊരു സുഖത്തിനോ മറ്റൊരു സൗകര്യത്തിനോ മറ്റൊന്നിനും ഇതുപോലെയൊരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ തരാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾക്ക് ആ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും.